ഇന്ന് നമുക്ക് ബിരിയാണി അരിയും അതുപോലെ തന്നെ മുട്ടയും തേങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മീൻ എടുത്തത്. ഞാനിപ്പം ഇവിടെ വലിയ മീൻ ഉണ്ടായിട്ട് എടുത്തതാണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഏത് തരം മീനാണ് ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. മത്തി അങ്ങനെ മുള്ളുള്ള ടൈപ്പ് എടുക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ മുള്ളില്ലാത്ത മീനാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പൊടിച്ചിടുന്ന സമയത്ത് മുള്ള് കുടുങ്ങും കേട്ടോ. അപ്പം ചെറിയ മക്കളൊക്കെ കഴിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് മത്തി അങ്ങനെ കണ്ടതൊന്ന് എടുക്കല്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. കുറേ മസാലപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നല്ലോണം ഒന്ന് പെരക്കി കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്കിവിടെ ഒരു 2 ഗ്ലാസ് ബിരിയാണി അരി എടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് കണക്കിനാണ് ഞാനിവിടെ അരി എടുക്കുന്നത്. ബിരിയാണി അരി തന്നെ വേണമെന്നില്ല, പച്ചരി ഉണ്ടെങ്കിലും അതിനെ കൊണ്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് തന്നെ എടുത്താൽ മതി എന്നുള്ളൂ. അപ്പോൾ അരി ഒന്ന് കഴുകിയതിന് ശേഷം ഞാനിതൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ തന്നെ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇത് കുതിർക്കാൻ വെക്കുക കേട്ടോ. നല്ലോണം കുതിർന്ന് വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പോൾ അത് ഞാനൊന്ന് കുതിർത്ത് വെക്കട്ടെ. ഇതൊന്ന് കുതിർന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. കുറേ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം മതിയാവേ. രണ്ട് പുറമൊന്ന് ചെറുങ്ങനൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ. എന്നാലാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. ഈ ഒരു ഭാഗം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിതാ ഇവിടെ ഞാൻ 5 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. 5 ഉള്ളി അതുപോലെ തന്നെ 2-3 പച്ചമുളകും. ഞാനിവിടെ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ നമുക്ക് കടിക്കൂല കേട്ടോ, കടിക്കാൻ കിട്ടില്ല. അങ്ങനെ കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിടുക. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നമ്മൾ നേരത്തെ മീൻ പൊരിച്ച എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഇല്ലേ, എല്ലാം കൂടി ഞാൻ മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിന് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതാ ഇതേപോലെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആദ്യം അങ്ങ് ചേർത്തിക്കല്ല, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ. നല്ലോണം ഒന്ന് വയന്ന് വന്നോട്ടെ. നമ്മൾ ഇതിലേക്ക് വേറെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മീൻ പൊരിച്ച ആ ഒരു എണ്ണയിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്, അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കടിക്കുന്ന ഒരു ടൈപ്പല്ല ഇപ്പോൾ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മീൻ ഞാൻ ഇതേപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അത് അവിടെ നിന്ന് ആയിക്കോട്ടെ. ഒന്ന് നല്ലോണം വയന്ന് ഉള്ളിൻ്റെ അപ്പുറമൊക്കെ പിടിച്ച് കഴിഞ്ഞാലാണ് കേട്ടോ കറക്റ്റ് ടേസ്റ്റ് വരിക മീനിൻ്റെ ഒക്കെ. അപ്പോൾ അത് നല്ലോണം വയന്ന് വന്നോട്ടെ. മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു അരമുറി തേങ്ങ ഇതേപോലെ ഞാൻ കൊത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചിരവിയിട്ടല്ല ഇട്ട് കൊടുത്തത്, ഇതുപോലെ കൊത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ എളുപ്പമാണ്. നമ്മൾ കുതിർത്ത് വെച്ച അരി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3/4 ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും കൊള്ളെങ്കിലും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 2 മുട്ട എന്നുള്ള കണക്കിനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. അപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിനല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവല്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ, എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കേക്കിൻ്റെ ടിന്നെടുക്കുക. നിങ്ങളെ കയ്യിൽ ഏത് തരം പാത്രം ഇതേപോലത്തെ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി കേട്ടോ. സ്റ്റീൽ പാത്രം ആകുമ്പോൾ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ടിന്നിൻ്റെ സൈഡിലേക്ക് നമ്മളെ നല്ല നെയ്യില്ലേ അതാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല നെയ്യാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാനൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആവി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം, നമ്മൾ നേരത്തെ എണ്ണ തേച്ച പാത്രമില്ല, അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 തവി മാവ് കോരി ഒഴിക്കുക. അടിഭാഗത്ത് രേശം അധികം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു പകുതി വേകാവുന്ന സമയത്ത് ഇത് നമുക്ക് മൂടി മാറ്റിയിട്ട് ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മൂടി മാറ്റിയിട്ട് മസാല ഇടുന്ന വീഡിയോ ഞാൻ എടുത്തിക്കുന്നായിപ്പോയി കേട്ടോ. അപ്പോൾ അടിഭാഗത്തുള്ള ഒരു ലെയർ ഒഴിച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് അതുപോലെ തന്നെ ഞാൻ പിന്നെ അതിൻ്റെ മേലെ തന്നെ നമ്മളെ മാവ് കുറച്ചും കൂടി കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് ഇതിൻ്റെ ക്യാമറ ഓഫായി കിടക്കുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ഈ ഒരു മൂടിൻ്റെ ഭാഗം. പിന്നെ അത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ആവി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുട്ടി കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ ഉണ്ട്, അത് ചെറുതാണ്. അപ്പോൾ ഇത് വലുതാണ് കേട്ടോ. ഇതിലാകുമ്പോൾ പെട്ടെന്ന് കഴിയും, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് വെച്ചത്. അപ്പോൾ മുട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതെന്താ മുട്ടി കൊണ്ടുവക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒഴിച്ച ആ ഒരു ലെയർ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെന്തല്ല, ഒന്നും കൂടി ഒന്നായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി മസാല വിതറി കൊടുക്കുക കേട്ടോ. ഒന്നായതിന് ശേഷമാണ് നമ്മൾ മസാല വിതറി കൊടുക്കേണ്ടത്. എന്നിട്ട് കുറച്ച് ഇത് നിരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കൈ കൊണ്ട് ഇടുന്നതാവും ഒന്നും കൂടി നല്ലത് കേട്ടോ. കൈ കൊണ്ട് ഇടുന്ന സമയത്ത് എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെ മാവ് ഇതേപോലെ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മേലെ കൂടി ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ ലെയറായിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ലെയർ വെന്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കുക. അത് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ, ഈ മാവ് കഴിയുന്നത് വരെ. അപ്പോൾ അതേപോലെ തൊട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ മേലെ ഭാഗം ലേശം ഒരു ഉറപ്പ് പോലെ ഉണ്ടാവും. അന്നേരം ഈ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മളെ മാവ് തീരാറായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റിലത്തെ ഒരു ഇതാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി വെന്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റിലത്തെ ലെയറാണെന്ന്. അപ്പോൾ ലാസ്റ്റിലത്തെ ലെയർ ഒന്ന് പകുതി വേവായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മേളിലായിട്ട് ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കുക. ഇനിയിപ്പം മാവ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് മേലെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്, ഇതുപോലെ കാണുവാനും അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും ഇല്ലാത്ത, അധികം എണ്ണയൊന്നും നമ്മൾ ചേർക്കാത്തൊരു കടിയാണല്ലോ. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ അകത്തും ചെയ്യട്ടത്. ഇതിപ്പോൾ ഞാൻ മീനിൻ്റെ അകത്താകുമ്പോൾ നല്ല ടേസ്റ്റ് കൊടുക്കും, അതുകൊണ്ടാണ്. നമ്മളപ്പം ഇവിടെ റെഡി ആയിക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ മുറിച്ച് വെച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.